കേറുവാ മക്കളെ. വലത് കാല് വെച്ച് കയറിക്കോ മോളെ. വരൂ. അയ്യോ എടുത്തേ. അപശകനമാണല്ലോ. ഏയ് സാരമില്ല മോളെ, വിളക്കൊന്നുകൂടി തെളിയിച്ചാ മതി മോളെ. ഇങ്ങ് തന്നെ എടുത്തേ. ഐശ്വര്യമായിട്ട് കയറിക്കും മോളെ. വിളക്ക് പൂജാമുറി വെച്ചിട്ട് രണ്ടുപേരും മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിച്ചിട്ട് വാ. ചെല്ലുമോളെ, തടഞ്ഞു നിന്ന വിഘ്നങ്ങളൊക്കെ ഒഴിഞ്ഞു പോട്ടെ. കൃഷ്ണ, എന്നെ കൈവിടല്ലേ. അറിയാതെ പറ്റിയൊരു അബദ്ധമോ? എന്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് കൃഷ്ണ ഈ വിവാഹം. എങ്ങനെ പറ്റിയെന്ന് എനിക്കറിയില്ല. എനിക്കറിയാം ഇതൊരു വലിയ തെറ്റ് തന്നെയാണെന്ന്. എന്തെങ്കിലും തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണേ ഭഗവാനെ. ഒരു തെറ്റും ചെയ്യാത്ത അർച്ചന എല്ലാം സമ്മതിച്ചു വന്നിരിക്കുകയാണ്. എത്രയും വേഗം ഞങ്ങളെ വേർപിരിച്ചു തരണേ.
ഒക്കെ ഭഗവാന്റെ കൃപയിൽ ഭംഗിയായി നടന്നു. നടക്കേണ്ടത് നടക്കേണ്ട സമയത്ത് നടന്നിരിക്കും. നമ്മളല്ലല്ലോ ഇതൊന്നും തീരുമാനിക്കുന്നത്. തീരുമാനം നമ്മുടെ അതെപ്പോ നടത്തിത്തരണമെന്ന് ഭഗവാൻ വിചാരിക്കണം. എല്ലാം ദൈവാധീനം പോലെ ഇരിക്കും. ഞാൻ കൊടുക്കാം. എന്തിനാ വഴക്കുണ്ടാക്കുന്നേ? മോൾ ആദ്യം കൊടുക്കട്ടെ. എന്നാ മോള് കൊടുക്ക്. കൊടുക്കും മോളെ. അത് കഴിഞ്ഞ് നിനക്ക് കൊടുക്കാലോ. അതെ, ഭക്ഷണം കഴിച്ചിട്ടേ പോകാവുള്ളൂ. അല്ല, അതെ. എനിക്ക് തിരക്കുണ്ടായിരുന്നു. ഇല്ലില്ല, കഴിച്ചിട്ടേ പോകാവുള്ളൂ. മോളെ വന്നേ. എന്താ അച്ഛാ? അവിടെ എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ, അവിടെ നോക്കിട്ട് വരാം. ശരി മോളെ, മോൾ ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട. ഇനി മുതൽ ഇതാണ് മോളുടെ വീട്. എല്ലാവരും ഉണ്ട് കൂടെ. അവന്തിയേക്കാ നിന്റെ അമ്മയുടെ സ്ഥാനം. നിന്റെ ഏട്ടത്തിയമ്മ. എന്തിനാ ചെയ്ത് ഇപ്പൊ പറയുന്നേ? അർച്ചന ആദ്യം അറിയേണ്ടത് നിന്നെയാ. ഒരിക്കൽ അർച്ചനയെ പോലെ ഈ വീട്ടിലേക്ക് വലുതേറ് വെച്ച് കയറി വന്നോളാ നീയും. ഒരു മരുമകൾ എങ്ങനെ മകളാകുന്നുവെന്ന് അവന്തിയെ കണ്ടു വേണം ഇനി ഇവള് പഠിക്കേണ്ടത്. ആ സ്നേഹ, എന്തെടുത്തേ? അർച്ചനയ്ക്ക് സച്ചിയുടെ റൂമൊന്ന് കാണിച്ചു കൊടുക്കുന്നു. ഫ്രഷ് ആവാലോ. ശരി, മോള് പോയിട്ട് ഫ്രഷ് ആയിട്ട് വാ. വാ എടുത്തി. അച്ഛാ, നമുക്കൊന്ന് അപ്പുറത്തേക്ക് പോയിട്ട് വരാം. സ്നേഹ, എന്റെ ബാഗ്, അതിനകത്ത ഫോണൊക്കെ. വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചാ? എവിടെയാ അത്? കാറിലാ. ഞാൻ എടുത്തിട്ട് വരാം. നീ ഇപ്പൊ വരാവേ. കൊള്ളാം. സച്ചിയേട്ട ഇവിടെ നിൽക്കുവാണോ? ഞാനിത് എവിടെയൊക്കെ നോക്കി. ജസ്റ്റ് ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി. കണ്ടിട്ട് അങ്ങനെയല്ലോ തോന്നുന്നേ. പിന്നെങ്ങനെയാ? ആകെ ഡിപ്രസ്ഡ് ആയിട്ടാണല്ലോ. എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ഏയ് നത്തിങ്. അല്ല, കാണാൻ സാധ്യതയുണ്ട്. അതൊക്കെ മാറുന്നേ. ദേ, അർച്ചനയുടെ അടുത്തേക്ക് ചെന്നൊരു കമ്പനി കൊടുക്ക്. ടെൻഷനൊക്കെ മാറും. വാ സന്ദീപേ, നീ ചെല്ല്. ഞാൻ വന്നോളാം. നീ ചെല്ല്. ഹായ് സച്ചി. നീ എന്താണ് ഇങ്ങനെ ഡള്ളായിട്ടിരിക്കുന്ന? നിനക്കൊന്നും അറിയില്ലല്ലോ അല്ലേ? എടാ സച്ചി, ബി പ്രാക്ടിക്കൽ. ജീവിതത്തിൽ ചിലപ്പോ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കണമെന്നില്ലല്ലോ. ഫിലോസഫി പറയാൻ എളുപ്പമാണ്, പക്ഷേ മനസ്സൊന്നൊന്നില്ലേ? അമ്മൂന്റെ സ്ഥാനത്ത് എനിക്കൊരു പകരക്കാരിയില്ല. എടാ സച്ചി, നിന്റെ മനസ്സെനിക്ക് അറിയാഞ്ഞിട്ടല്ല. ഇനി നിന്റെ ജീവിതത്തിൽ അമ്മു അല്ല, അർച്ചനയാണുള്ളത്. അത് നീ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കും. കഴിഞ്ഞതൊക്കെ നീ മറന്നേക്കടാ. എടാ സച്ചി, നീ പുതിയൊരു ജീവിതം തുടങ്ങുകയാണ്. ഒരു പെണ്ണ് നിന്നെ വിശ്വസിച്ച് നിന്റെ കൈ പിടിച്ച് കൂടെയുണ്ട്. അത് നീ മറക്കരുത്. നിനക്കൊന്നും എന്നെ മനസ്സിലാവില്ലടാ. എന്റെ അവസ്ഥയും. എന്റെ ജീവിതത്തിൽ അമ്മ അല്ലാതെ ആരും ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ ഈ ഞാനും ഇല്ല. എടാ സച്ചി, ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവാ മോളേത്. രണ്ട് വ്യക്തികൾ പരസ്പരം തിരിച്ചറിഞ്ഞും ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കിയും ഒരുമിച്ചൊരു ജീവിതം തുടങ്ങുന്നു. പരിഭവവും പരാതിയും സങ്കടവും ഒക്കെ ഉണ്ടാവും. അതൊക്കെ അവിടെ തന്നെ തീരണം. പരസ്പരം മനസ്സിലാക്കുന്നതിലാണ് കുടുംബജീവിതത്തിന്റെ വിജയം. അതിന് നമ്മൾ സ്ത്രീകൾ ഒരിക്കലും പരാജയപ്പെടരുത്. ഒരു പുരുഷന്റെ വിജയത്തിനു പിന്നിൽ ഒരു ഭാര്യയുടെ പങ്ക് വളരെ വലുതാ. സച്ചി നിനക്ക് നല്ലൊരു ഭർത്താവായിരിക്കും, അതെനിക്ക് ഉറപ്പാ. സ്നേഹിക്കാൻ മാത്രമേ സച്ചിക്കറിയൂ. തിരിച്ചതേ സ്നേഹം നൽകി ഈ കുടുംബത്തിന്റെ നിലവിളക്കായി, അടിത്തറയായി നീ മാറണം. വാ, നല്ലൊരു ഫാമിലി ലൈഫ് നിനക്ക് ഉണ്ടാവാൻ ഞാൻ പ്രാർത്ഥിക്കാം മോളെ. ചെല്ല്.
നിന്റെ ഉറക്കമില്ലാത്ത രാത്രികൾ തുടങ്ങുക. ഈ തറവാടിന്റെ അടിത്തറയല്ല, അടിമയായിരിക്കും നീ. അയ്യോ, ചാർജ് ചെയ്യാൻ വെച്ചില്ലല്ലോ. അർച്ചന, ഞാൻ സച്ചി. എങ്ങനെ തുടങ്ങണമെന്നോ എന്തെഴുതണമെന്നോ എനിക്കറിയില്ല. തന്നോട് ഞാനിത് പറയാതിരുന്ന ജീവിതത്തിലെ തിരുത്താനാവാത്തൊരു തെറ്റായി പോയത്. അതിലേറെ ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചവനെന്ന കുറ്റബോധം കാലാകാലം എന്നെ തളർത്തും. അർച്ചന, താനൊരു നല്ല കുട്ടിയാണെന്ന് എനിക്കറിയാം. ഞാൻ തനിക്ക് ചേർന്ന ഭർത്താവല്ല. മനസ്സുകൊണ്ട് മറ്റൊരു പെൺകുട്ടിയെ ജീവന് തുല്യം സ്നേഹിക്കുകയും അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവനുമാണ് ഞാൻ. എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ തന്നെ കഴിയുമെന്നറിയില്ല. എനിക്ക് ഒരപേക്ഷയുണ്ട്. ഈ കല്യാണത്തിൽ നിന്ന് താൻ പിന്മാറണം. തന്നെ ഒരിക്കലും എൻ്റെ ഭാര്യയായി കാണാൻ എനിക്ക് കഴിയില്ല. തനിക്കെന്നെ മനസ്സിലാവുമെന്ന് കരുതുന്നു എന്ന് സച്ചിദാനന്ദൻ. ഒരിക്കലും തന്നെ കല്യാണ മണ്ഡപത്തിൽ പ്രതീക്ഷയല്ല. തന്നെ കല്യാണ വേഷത്തിൽ കണ്ടപ്പോ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. തനിക്ക് എങ്ങനെ മനസ്സ് വന്നു എനിക്ക് മനസ്സിലാവാത്തെ. മറ്റൊരു പെണ്ണിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവന് താലി കെട്ടാൻ, കഴുത്ത് നീട്ടിക്കൊടുക്കാൻ എങ്ങനെ മനസ്സ് വന്നു തനിക്ക്? കല്യാണത്തിന് മുമ്പേ തന്നെ കണ്ടെല്ലാം തുറന്നു പറയണമെന്നുണ്ടായിരുന്നു, എൻ്റെ ജീവിതത്തിലേക്ക് വരരുതേ എന്ന്. പക്ഷേ വിധി ഇങ്ങനെ ആയിപ്പോയി. എങ്ങനെയെങ്കിലും തന്നെ ഒന്ന് അറിയിക്കുന്നതിന് വേണ്ടിയാ കത്തയച്ചതും നമ്പർ സംഘടിപ്പിച്ച് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചതും. ഹലോ അർച്ചന,
ഞാൻ സച്ചിയ. ഹലോ. പറയുന്നത് കൊണ്ട് വേറൊന്നും തോന്നരുത്. ഒന്നും കേൾക്കുന്നില്ലല്ലോ. മനസ്സ് നിറയെ മറ്റൊരു പെൺകുട്ടിയെ വെച്ചാണ് ഞാൻ ഈ കല്യാണത്തിന് ഒരുങ്ങുന്നത്. അതിനപ്പുറം ഒരു ബന്ധവും ഒരു കാലത്തും നമുക്കിടയിൽ ഉണ്ടാവില്ല. ഹലോ. ഹലോ ഹലോ. ഇത് അച്ഛന് വേണ്ടി മാത്രം ഞാൻ ചെയ്ത പാതകമാണ്. ചെയ്യാൻ പാടില്ലാത്തതാണെന്നറിയാം. പക്ഷെ അമ്മയില്ലാത്ത എനിക്ക് അച്ഛനാണെല്ലാം. അച്ഛന്റെ സന്തോഷം. അധിക നാൾ തനിക്കിവിടെ കഴിയേണ്ടി വരില്ല. അതിനു മുമ്പ് നമുക്ക് ഡിവോഴ്സ് വാങ്ങിക്കാം. നാളെയെങ്കിൽ നാളെ തന്നെ. അതുവരെ മറ്റൊരു മാർഗം നമുക്ക് മുമ്പിലില്ല. മറ്റുള്ളവർക്ക് മുമ്പിൽ ഭാര്യ ഭർത്താക്കന്മാരായി തന്നെ അഭിനയിച്ച് കഴിയണം നമ്മൾ. ഇനിയൊക്കെ തന്റെ കയ്യിലാ. തന്റെ ഇഷ്ടം പോലെ തീരുമാനിക്കാം. എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു മാഷേ. അതെ അതെ, ഇനി ഒരാൾ കൂടി ഉണ്ടല്ലോ. അവളുടെ പഠിത്തം കൂടി ഒന്ന് കഴിയട്ടെ. സച്ചിയെപ്പോലെ അവൾക്ക് നല്ലൊരു പയ്യനെ കിട്ടിയാൽ മതിയായിരുന്നു. പതുക്കെ ആലോചിക്കാം. ശരി മാഷേ. ദേനുബേട്ട, വെറുതെ ഓരോന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ആരാ വിളിച്ചത്? നമ്മുടെ തൃപ്രയാറുള്ള ഗണേശൻ മാഷ. കല്യാണത്തിന് വരാൻ കഴിയാത്തതിന്റെ വിഷമമാണ്. അച്ഛന് നല്ലൊരു കുടുംബത്തിലേക്ക് പറഞ്ഞേക്കാൻ കഴിഞ്ഞത് നന്നായി എന്ന് ഗണേശൻ മാഷ പറയായിരുന്നു. ശരിയല്ലേ? നമുക്ക് സ്വപ്നം കാണാൻ പറ്റുന്ന ബന്ധമാണോ നെല്ലിശ്ശേരി കുടുംബം? അച്ചുവേച്ചിക്ക് ചേരുന്ന ആളാ സച്ചേട്ടൻ. കണ്ടാലേ അറിയാം പഞ്ചപാവാണെന്ന്. അല്ലേ അനുപേട്ട? അതെ, പഞ്ചപാവ. അല്ലെങ്കിലും തറവാടികളല്ലേ, അതിന്റെ കുലീനതയും പെരുമാറ്റവും ഒക്കെ അങ്ങനല്ലേ വരൂ. ആ അവന്തിയെ പോലൊരു ഏട്ടത്തിയെ കിട്ടിയത് സച്ചിയുടെയും നമ്മുടെ മോളുടെയൊക്കെ ഒരു ഭാഗ്യമാണ്. ആ അവന്തിയുടെ സംസാരത്തിന് തന്നെ മനസ്സിലാകും സ്നേഹവും കരുതലും എത്രത്തോളം ഉണ്ടെന്ന്. ആ അനിയത്തി കൊച്ചു അനഘ അത്ര സോഷ്യൽ അല്ല. എല്ലാവരും ഒരുപോലെ ആകണമെന്നില്ലല്ലോ. ചിലപ്പോ അവളാകും കൂടുതൽ സ്നേഹമുള്ളവള്. ഒന്നിനും ഒരു മുൻവിധി വേണ്ട. ചിലര് സ്നേഹം പ്രകടിപ്പിക്കും, മറ്റു ചിലര് മനസ്സിൽ സൂക്ഷിക്കും. ഓരോരുത്തരെ പറ്റി ഇങ്ങനെ വെറുതെ കുറെ വർണ്ണന നടത്തിയിട്ട് എന്താ കാര്യം? മനുഷ്യന്മാരൊക്കെ സാഹചര്യം അനുസരിച്ചാ സംസ്കാരം പ്രകടിപ്പിക്കുന്നത്.
ഓരോ ആളുകളെയും അടുത്തറിയുമ്പോഴേ അവരുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാവും. അനൂപേട്ടന് അച്ചു കൂടെ ഇല്ലാത്തതിന്റെ വിഷമം. പൊന്നനിയത്തിയല്ലേ? അവൾ ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരു വീട്ടിലേക്ക് പോവേണ്ടതല്ലേ മോനെ? അച്ചു അവിടെ സന്തോഷത്തോടെ ആ വീടിന്റെ ഐശ്വര്യമായിട്ട് ജീവിക്കട്ടെ എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അച്ചു അവിടെ സന്തോഷത്തോടെ ജീവിക്കുന്നാണോ നിങ്ങൾ കരുതുന്നത്? നീ എന്താ അനൂപ ഇങ്ങനെ ചോദിക്കുന്നത്? അർച്ചന, എടോ താൻ കരയല്ലേ? പ്ലീസ്. എനിക്കറിയാം, ഒത്തിരി സ്വപ്നങ്ങളും മോഹങ്ങളുമായി വിവാഹ ജീവിതത്തിലേക്ക് കടന്ന ആദ്യ രാത്രി തന്നെ ഡിവോഴ്സിനെ കുറിച്ച് കേൾക്കുന്ന ഒരു പെൺകുട്ടിയുടെ അവസ്ഥ. കല്യാണത്തിന്റെ തലേന്ന് പോലും ഞാൻ വിളിച്ചു പറഞ്ഞല്ലേ എനിക്ക് താല്പര്യമില്ല, കല്യാണത്തിന് വരരുതെന്ന്. പക്ഷേ എല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ താൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. എന്നിട്ടിപ്പോ താനൊന്നും പറയണ്ട. എനിക്ക് തന്റെ മാനസികാവസ്ഥ മനസ്സിലാവും. താൻ വിഷമിക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, നാളെ തന്നെ ഡിവോഴ്സിനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാം. എന്നിട്ട് താൻ നല്ലൊരു കല്യാണം കഴിക്കണം, നല്ലൊരു ജീവിതം ഉണ്ടാവും. ഒന്നും പറയണ്ട. സാഹചര്യങ്ങളല്ലേ മനുഷ്യനെ കണ്ട് ഓരോന്ന് ചെയ്യിക്കുന്നത്. നമ്മളും സാഹചര്യങ്ങളുടെ ബലിയാടുകളാ. നമ്മളിനി ഇത് തലനാരിഴ കയറി വിശകലനം ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. തനിക്ക് തൻ്റെതായ ന്യായങ്ങളുണ്ടാവും, എനിക്കും. പക്ഷേ എനിക്ക് കുറ്റബോധം തോന്നുന്നില്ല. കാരണം ഞാനെല്ലാം തന്നോട് തുറന്നു പറഞ്ഞതാ, അല്ലേ? ഞാനൊന്നും പറയാതെ എല്ലാം ഒളിപ്പിച്ചു വെച്ച് തന്നെ ചതിച്ചതാണെങ്കിൽ തെറ്റ് എന്റേതാ. താനെല്ലാം അറിഞ്ഞ് സമ്മതിച്ചു വരികയും ചെയ്തു. അതുകൊണ്ട് ഇനിയൊരു ചർച്ച വേണ്ട. ഞാൻ തനിക്ക് വാക്ക് തരുന്നു, ഡിവോഴ്സ് എത്രയും പെട്ടെന്ന് വാങ്ങി ഞാൻ തന്നെ ഒഴിവാക്കി തരാം. അതുവരെ